നിയമസഭാ മണ്ഡലങ്ങളിലെ ജില്ലാതല അവലോകനം നടത്തുകയാണ് കേരള വിഷൻ ന്യൂസ്. കാണാം തൃശൂർ ജില്ലയിലെ അവലോകനം. പൂരങ്ങളുടെയും വേലകളുടെയും നാടായ തൃശൂരിൽ പൂരങ്ങൾ അരങ്ങ് തകർക്കുന്നതിനിടയിലാണ് ജനാധിപത്യത്തിലെ പൂരാഘോഷമായ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം വേദിയാകുന്നത്. ഇടത് സർക്കാർ തൃശൂർ പൂരം കലക്കി തൃശൂർ ലോക്സഭാ സീറ്റ് BJPക്ക് കൈവെള്ളയിൽ വെച്ചുകൊടുത്തു എന്ന ആക്ഷേപ കൊടുങ്കാറ്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉയർത്തി. ജില്ലയിൽ നേട്ടം കൊയ്ത UDF, CPIM, BJP ഡീൽ ആരോപണമുയർത്തി തൃശൂരിലെ ഇടത് കോട്ടകളിൽ വിള്ളലുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ്. തൃശൂർ ജില്ലയിൽ ഹൈന്ദവ വോട്ടർമാരാണ് ഭൂരിപക്ഷം, 58%. 25% വരുന്ന ക്രൈസ്തവരും 17% വരുന്ന മുസ്ലിങ്ങളും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായക ശക്തികളാണ്. തെങ്ങും നെല്ലും റബ്ബറും പ്രധാന കാർഷിക വിളകളായ ജില്ലയിൽ നാളികേരത്തിന്റെയും നെല്ലിന്റെയും സംഭരണ വിലയും റബ്ബറിന്റെ താങ്ങുവിലയും വോട്ടിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. 13 നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയുടെ പരിധിയിൽ വരുന്നത്. ചാലക്കുടി, ചേലക്കര, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, മണലൂർ, നാട്ടിക, ഒല്ലൂർ, പുതുക്കാട്, തൃശൂർ, വടക്കാഞ്ചേരി എന്നിവയാണ് ജില്ലയിലെ മണ്ഡലങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ഇടത് കോട്ടയാണ് തൃശൂർ ജില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 13-ൽ 12 മണ്ഡലങ്ങളും LDFിനൊപ്പമായിരുന്നു. 2 സിറ്റിംഗ് മന്ത്രിമാരാണ് ജില്ലയിൽ ഇത്തവണ മത്സര രംഗത്തുള്ളത്. ഒല്ലൂരിൽ മന്ത്രി K രാജനും ഇരിങ്ങാലക്കുടിയിൽ മന്ത്രി R ബിന്ദുവും. മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ജില്ലയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളും ഇടതിനൊപ്പമാണെന്ന് കാണാം. ചാലക്കുടിയും ഇരിങ്ങാലക്കുടിയും കൊടുങ്ങല്ലൂരും തൃശൂരും വടക്കാഞ്ചേരിയുമാണ് ഇടയ്ക്ക് UDF ചായ്വ് പ്രകടമാക്കുന്ന മണ്ഡലങ്ങൾ. ജില്ലയിലെ 13 മണ്ഡലങ്ങൾ 3 ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിലാണ് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളെ സ്വീകരിക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ BJPയുടെ താരസ്ഥാനാർത്ഥി നടൻ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചു. BJPക്ക് ഒരു ജയസാധ്യതയുമില്ലാത്ത അസംബ്ലി മണ്ഡലങ്ങളിലായിരുന്നു സുരേഷ് ഗോപിയുടെ പടയോട്ടം. ഗുരുവായൂരിൽ UDF ലീഡ് നേടിയപ്പോൾ തൃശൂരടക്കം മറ്റ് 6 മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി മുന്നിലെത്തി. ക്രൈസ്തവ വോട്ടുകളടക്കം നേടിയായിരുന്നു സുരേഷ് ഗോപിയുടെ ജയം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ചേലക്കര LDFന് ലീഡ് നൽകിയപ്പോൾ വടക്കാഞ്ചേരി മണ്ഡലം UDFിനൊപ്പമായിരുന്നു. ചാലക്കുടി ലോക്സഭാ മണ്ഡല പരിധിയിൽ വരുന്ന കയ്പമംഗലവും കൊടുങ്ങല്ലൂരും LDFിനൊപ്പം നിന്നപ്പോൾ ചാലക്കുടി UDFിനൊപ്പമായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആഞ്ഞടിച്ച UDF തരംഗം തൃശൂർ ജില്ലയിലും LDFിനെ പുഴക്കി. തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ LDFിന് കനത്ത തിരിച്ചടി നേരിട്ടു. കോർപ്പറേഷൻ ഭരണം കൈവിട്ടു. ജില്ലാ പഞ്ചായത്തിൽ ജയം 3 ഡിവിഷനിൽ ഒതുങ്ങി. ഒരു മുനിസിപ്പാലിറ്റിയിലും ഭരണം പിടിക്കാനായില്ല. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഭരണം ഒരെണ്ണത്തിലൊതുങ്ങി. പഞ്ചായത്തുകളിൽ തകർന്നടിഞ്ഞു. 66 പഞ്ചായത്തുകളിൽ UDF ഭരണം പിടിച്ചപ്പോൾ LDF ജയം 7-ൽ മാത്രം ഒതുങ്ങി. തദ്ദേശ ഫലം അസംബ്ലി മണ്ഡലം തലത്തിൽ വിലയിരുത്തുമ്പോൾ LDFന് വലിയ ആശങ്കയ്ക്ക് കാരണമില്ല. 13-ൽ 11 മണ്ഡലങ്ങൾ LDFിനൊപ്പമാണ്. തൃശൂരിലും ചാലക്കുടിയിലും മാത്രമാണ് UDFന് ലീഡ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടികയിൽ LDF MLA ആയിരുന്ന CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയായതാണ് തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ കൗതുകം. ജില്ലയിൽ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ NDAക്ക് 20,000-നും 30,000-നും ഇടയിൽ വോട്ടുണ്ട്. നാട്ടികയിലെ മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വവും സമുദായ വോട്ടുകളുടെ ഏകീകരണവും മുതലാക്കി ജില്ലയിൽ കൂടുതൽ സീറ്റ് പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. വികസന നേട്ടവും ക്ഷേമ പദ്ധതികളും വോട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.